പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രങ്ങൾ ശോഭിക്കുമ്പോൾ ദൈവം മഹത്വപ്പെടട്ടെ എന്ന വിഷയത്തെ പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സങ്കീർത്തനങ്ങൾ 2:1 നമ്മൾ വായിക്കുന്നു, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഇന്ന് ഭൂമി വിറയ്ക്കുന്നു, ആയുധങ്ങൾ മുഴങ്ങുന്നു, നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നു, കുടുംബങ്ങൾ വിലാപത്തിലാണ്, എന്നാൽ സ്വർഗം കുലുങ്ങുന്നില്ല. ദൈവം ഉത്കണ്ഠാകുലനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ല. ദൈവം പരിഭ്രാന്തനായി പ്രതികരിക്കുന്നുമില്ല. ദൈവം സിംഹാസനസ്ഥനാണ്. യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ്റെ രാജ്യത്വം സകലത്തിന്മേലും വാഴുന്നു. സങ്കീർത്തനങ്ങൾ 103:19 ഒരു രാഷ്ട്രം ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ ദൈവമായിരുന്നു. സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ ദൈവമായിരുന്നു. ഓരോ സാമ്രാജ്യങ്ങളും അസ്തമിച്ച ശേഷവും അവൻ ദൈവമായിരിക്കും. ബഹളങ്ങൾക്കും ഉപരിയായി ദൈവമഹത്വം. പ്രതിസന്ധികളിലെ ഏറ്റവും വലിയ അപകടം യുദ്ധമല്ല, മറിച്ച് ഭരിക്കുന്നത് ആരാണെന്ന് മറന്നുപോകുന്നതാണ്. പ്രവാചകനായ യെശയ്യാവ് തൻ്റെ ചുറ്റും അരാജകത്വം കണ്ടപ്പോൾ അവന് ഒരു ദർശനം ലഭിച്ചു. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാവ് 6:1. താഴ്ത്തപ്പെട്ടവനല്ല, ഭീഷണിയിലല്ല, ഉയർന്നും പൊങ്ങിയുമുള്ളവൻ. മാലാഖമാർ ലോകം തകരുന്നു എന്ന് നിലവിളിച്ചില്ല, അവർ ആർത്തു വിളിച്ചു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ യഹോവ, ഭൂമി മുഴുവനും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന്. യെശയ്യാവ് 6:3. ഇപ്പോഴും സംഘർഷ മേഖലകളിൽ, പിരിമുറുക്കമുള്ള നഗരങ്ങളിൽ, ഭയം പടരുന്ന നാട്ടിൽ ഭൂമി ഇപ്പോഴും അവൻ്റെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു. അക്രമത്തെക്കാൾ ഉച്ചത്തിൽ നാം ആ മഹത്വം പ്രഖ്യാപിക്കണം. രാഷ്ട്രങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഹൃദയം. ആക്രമണങ്ങളെക്കുറിച്ചും പ്രതികാരത്തെക്കുറിച്ചും രക്തച്ചൊരിച്ചിലിനെക്കുറിച്ചും നാം കേൾക്കുമ്പോൾ ഏതെങ്കിലും പക്ഷം ചേരാനാണ് നമ്മുടെ മനുഷ്യ സഹജമായ പ്രേരണ. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയം അതിനേക്കാൾ ആഴമുള്ളതാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ഒരു പതാകയെ അല്ല, ഒരു വംശത്തെ അല്ല, ഒരു രാഷ്ട്രീയ പക്ഷത്തെ അല്ല, മറിച്ച് ലോകത്തെ. ഏതൊരു യുദ്ധക്കളത്തിൻ്റെയും ഇരുവശത്തുമുള്ള ശത്രുക്കളെ കെട്ടിപ്പിടിക്കാൻ തക്കവണ്ണം യേശുക്രിസ്തു തൻ്റെ കൈകൾ വിരിച്ച് പിടിച്ചു. ക്രൂശിൽ കിടന്ന് അവൻ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസ് 23:34. ഇതാണ് സുവിശേഷത്തിൻ്റെ ആയുധം. ക്രോധത്തെക്കാൾ ശക്തമായ ക്ഷമ, മിസൈലുകളെക്കാൾ ശക്തമായ കരുണ, വെറുപ്പിനേക്കാൾ ശക്തമായ സ്നേഹം. ദൈവം എന്തുകൊണ്ട് ഇത്തരം സമയങ്ങൾ അനുവദിക്കുന്നു? തിരുവെഴുത്തുകൾ ഗൗരവകരമായ ഒന്ന് വെളിപ്പെടുത്തുന്നു. കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. 2 പത്രോസ് 3:9. ദൈവം ശിക്ഷാവിധി വൈകിപ്പിക്കുന്നത് മാനസാന്തരം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അവൻ നശിപ്പിക്കലിൽ ആനന്ദിക്കുന്നില്ല, അവൻ മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ മാറ്റം പലപ്പോഴും അവൻ്റെ ജനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ദിനവൃത്താന്തം 7:14 ദൈവം വാഗ്ദാനം ചെയ്യുന്നു, തൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ അവൻ അവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തും. ശ്രദ്ധിക്കുക, ഉണർവ് തുടങ്ങുന്നത് പാർലമെന്റുകളിൽ അല്ല, പ്രാർത്ഥനാ മുറികളിലാണ്. ലോകത്തിൻ്റെ ദേഷ്യത്തെ പ്രതിഫലിപ്പിക്കാനല്ല സഭ വിളിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുവാനാണ്. യഥാർത്ഥ യുദ്ധക്കളം. ക്രിസ്തീയ പോരാട്ടം മനുഷ്യർക്കെതിരെ അല്ല, ജഡരക്തങ്ങളോടല്ല, മറിച്ച് ആത്മീയ തിന്മയുടെ ശക്തികൾക്കെതിരെയാണ്. എഫേസ്യർ 6:12 വ്യക്തമാക്കുന്നു. യഥാർത്ഥ ശത്രു ഒരു രാഷ്ട്രമല്ല, അത് പാപമാണ്, അഹങ്കാരമാണ്, വഞ്ചനയാണ്, ആത്മീയ ഇരുട്ടാണ്.
സംഘർഷത്തെ വെറും ജഡരക്തങ്ങളായി കാണുമ്പോൾ നാം തെറ്റായ യുദ്ധമാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ തന്ത്രം എപ്പോഴും രാഷ്ട്രീയത്തിനു മുമ്പ് ആത്മീയമാണ്. ദാവീദ് ഗോലിയാത്തിനെ നേരിട്ടത് ക്രോധത്തോടെയല്ല, വിശ്വാസത്തോടെയാണ്. 1 ശമൂവേൽ 17. യോശുവ യുദ്ധം ചെയ്തപ്പോൾ മോശ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പുറപ്പാട് 17. കൈകൾ ഉയർത്തപ്പെട്ടപ്പോഴാണ് വിജയം വന്നത്. ഒരുപക്ഷെ ഇന്ന് സ്വർഗം കാത്തിരിക്കുന്നത് വലിയ തർക്കങ്ങൾക്കല്ല, മറിച്ച് ഉയർത്തപ്പെട്ട കൈകൾക്കായാണ്. ഈ നാഴികയുടെ അടിയന്തര സ്വഭാവം. യേശുക്രിസ്തു മുന്നറിയിപ്പ് നൽകി. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. മത്തായിയുടെ സുവിശേഷം 24:12. നമ്മുടെ കാലഘട്ടത്തിന്റെ ദുരന്തം അക്രമം മാത്രമല്ല, അത് സ്നേഹം തണുത്തു പോകുന്നതാണ്. വിശ്വാസികൾ തണുത്തുപോയാൽ ഇരുട്ട് മുന്നേറും. എന്നാൽ സഭ വിശുദ്ധ സ്നേഹത്താൽ ജ്വലിക്കുമ്പോൾ ക്ഷമ വിപ്ലവകരമായി മാറുന്നു, പ്രാർത്ഥന ശക്തമായി മാറുന്നു, സത്യം നിർഭയമായി മാറുന്നു, പ്രത്യാശ ദൃശ്യമായി മാറുന്നു. വാക്കുകൾ കൊണ്ട് മാത്രം അല്ല, വിശുദ്ധമായ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട നാഴികയാണിത്. ഈ നാഴികയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ആഹ്വാനം. നമുക്ക് അവനെ മഹത്വപ്പെടുത്താം, വെറുപ്പിനെ നിരസിച്ചുകൊണ്ട്, ശത്രുക്കൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട്, വിഷമില്ലാതെ സത്യം സംസാരിച്ചുകൊണ്ട്, രാഷ്ട്രീയ ഫലങ്ങളെക്കാൾ അവന്റെ പരമാധികാരത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ഒത്തുതീർപ്പുകളില്ലാതെ ക്രിസ്തുവിനെ പ്രഖ്യാപിച്ചുകൊണ്ട്. ലോകത്തിന് വേണ്ടത് വെറും അഭിപ്രായങ്ങളല്ല, ലോകത്തിന് ക്രിസ്തുവിനെയാണ് വേണ്ടത്. ക്രൂശ് ഒരു പരാജയമായി തോന്നിപ്പിച്ചു, എങ്കിലും അത് നിത്യവിജയമായിരുന്നു. മരണം ജയിച്ച അതേ കർത്താവ് ഇന്നും ഭരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരമാധികാരിയായ ദൈവമായ കർത്താവെ, പുരാതനും മഹത്വത്തിന്റെ രാജാവുമായവനെ, ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യാത്തവനെ, സമുദ്രങ്ങളെ തൻ്റെ ഉള്ളം കൈയിൽ അളന്നവനെ, നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നവനെ, എല്ലാ രാഷ്ട്രങ്ങൾക്കും സൈന്യങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഉപരിയായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ വഴികളിലെല്ലാം നീതിമാനും വിധിയിലൊക്കെയും വിശുദ്ധനുമാണ്. അങ്ങയുടെ കരുണ ഗ്രഹിക്കാനാവാത്തതാണ്. ദൈവമായ കർത്താവെ, രാഷ്ട്രങ്ങളോട് കരുണയുണ്ടാകണമേ. വെറുപ്പുള്ളിടത്ത് കുറ്റബോധവും മാനസാന്തരവും നൽകണമേ. വഞ്ചനയുള്ളിടത്ത് സത്യം വെളിപ്പെടുത്തണമേ. അഹങ്കാരമുള്ളിടത്ത് വിനയം നൽകണമേ. അക്രമമുള്ളിടത്ത് പശ്ചാത്താപം നൽകണമേ. ദൈവമായ കർത്താവെ, അങ്ങയുടെ സഭ നിശബ്ദത പാലിച്ച നിമിഷങ്ങളോട് ക്ഷമിക്കണമേ. വിശ്വാസത്തിന് പകരം ഭയം വന്നപ്പോൾ ക്ഷമിക്കണമേ. അനുകമ്പയ്ക്ക് പകരം കോപം വന്നപ്പോൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ ജനത്തെ ഉണർത്തണമേ. ശുശ്രൂഷകർ വിശുദ്ധാഗ്നിയോടെ വചനം പ്രസംഗിക്കുമാറാകണമേ. കുടുംബങ്ങൾ അടിയന്തര ബോധത്തോടെ പ്രാർത്ഥിക്കുമാറാകണമേ. യുവാക്കൾ വിശുദ്ധിയിലും ധൈര്യത്തിലും ഉണരുമാറാകണമേ. വയോധികർ അചഞ്ചലമായ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുമാറാകണമേ. കർത്താവെ, ആത്മീയ ഇരുട്ടിന്റെ ശക്തിയെ തകർക്കണമേ. ഒളിഞ്ഞിരിക്കുന്ന തിന്മയെ വെളിപ്പെടുത്തണമേ. നാശത്തിന്റെ കൈകളെ തടയണമേ. ഈ നാഴികയിൽ അങ്ങയുടെ ആത്മാവിനെ പകരണമേ. പ്രിയപ്പെട്ടവനായ യേശുവെ, റോക്കറ്റുകൾ പറന്നയിടത്ത് ഉണർവ് വരുമാറാകണമേ. സൈറനുകൾ മുഴങ്ങിയിടത്ത് ആരാധന ഉയരുമാറാകണമേ. പ്രതികാരം ഭരിച്ചയിടത്ത് ക്ഷമ പൂത്തുലയട്ടെ. അങ്ങ് മാത്രമാണ് ദൈവമെന്ന് എല്ലാ രാഷ്ട്രങ്ങളും അറിയട്ടെ. ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ദൈവത്തിൻ്റെ സിംഹാസനം കുലുങ്ങുന്നില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ തടയാനാവാത്തതാണ്. ദൈവത്തിൻ്റെ സ്നേഹം തോൽപ്പിക്കാനാവാത്തതാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഇപ്പോഴും രക്ഷയ്ക്കുള്ള ദൈവശക്തിയാണ്. ഭൂമിയിൽ അങ്ങ് മഹത്വപ്പെടട്ടെ. അങ്ങയുടെ സഭയിൽ മഹത്വപ്പെടട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വപ്പെടട്ടെ. ഈ ലോകത്തിലെ രാജ്യങ്ങൾ നമ്മളുടെ കർത്താവിൻ്റെയും അവൻ്റെ ക്രിസ്തുവിൻ്റെയും രാജ്യമായി തീരുന്നത് വരെ ദൈവമായ കർത്താവെ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നവനും ആകയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ, നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ.
ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.